സലീംകുമാർ കടന്നുപോയിരിക്കുന്നു. നവമി ദിനേശ് അവിടെ അമൃത ആശുപത്രിയിലുണ്ട്. അമൃതയിലാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം സംഭവിച്ചത്. നവമി, എങ്ങനെയാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഒപ്പം പൊതുദർശനമുണ്ടാകും എന്ന് മനസ്സിലാകുന്നു. ഇന്ന് തന്നെ സംസ്കാരം വീട്ടുവളപ്പിലാണ് നടക്കുന്നത്. സിനിമാ ലോകം നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രാത്രിയും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത സഹപ്രവർത്തകർ സിനിമാ മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം രാഷ്ട്രീയ നേതാക്കളും MLA ഷിയാസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അദ്ദേഹത്തെ കണ്ട് മടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ അല്പസമയത്തുള്ള, അതായത് 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മണി മുതൽ 1 മണി വരെയാണ് പറവൂർ ടൗണിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം 1 മണിക്ക് ശേഷം മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലും ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുദർശനമുണ്ട്. അതിനുശേഷം 3:30 വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം. അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു, ഒരു മതാചാരപ്രകാരമുള്ള ചടങ്ങുകളും എല്ലാം തന്നെ ഒഴിവാക്കണം, അത്തരത്തിലുള്ള ഒരു ചടങ്ങുകളും വേണ്ട, ചിതാഭസ്മം പോലും പുഴയിൽ ഒഴിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും കുടുംബം അത്തരത്തിൽ തന്നെയാണ് അത് ചെയ്യാനും ആഗ്രഹിക്കുന്നത്. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടാകില്ല. അതിനുശേഷം അദ്ദേഹത്തിന് പക്ഷേ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള ഒരു സംസ്കാരം തന്നെയാണ് അദ്ദേഹത്തിന് കേരള സർക്കാർ നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീംകുമാറിന് നമ്മുടെ നാട് കേരളം വിട നൽകുന്നു, സിനിമാ ലോകം വിട നൽകുമ്പോൾ അത് നേരത്തെ രഞ്ജിത്തും ലല്ലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയേറെ ഇപ്പോൾ ആൻഡോ ജോസഫ്, നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ടുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. സലീംകുമാറിന്റെ അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു. രാത്രി ഉടനീളം ആശുപത്രിയിൽ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഇതിപ്പോൾ രാത്രി ബാക്കി കാര്യങ്ങൾ, മൃതദേഹം ഏറ്റുവാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ എത്തിയതാണ്. കുടുംബവും അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഈ സലീംകുമാറിന്റെ അദ്ദേഹത്തിന് ഇന്നലെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ കുടുംബവും ഉണ്ടായിരുന്നു. മകൻ ചന്തു ഉണ്ടായിരുന്നു, 2 മക്കളുണ്ട്. മക്കളും ഭാര്യയും ഒക്കെ ഇന്നലെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ തന്നെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വളരെ വേദനയോടുകൂടി തന്നെയാണ് ആ കുടുംബവും കടന്നു പോകുന്ന അവസ്ഥ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഏറ്റവും അവസാന നിമിഷം വരെയും പൊതുവേദികളിലും അല്ലെങ്കിൽ സജീവമായി നിന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ നമ്മളോട് വിട പറയുമ്പോൾ അത്രയേറെ വേദനയോടുകൂടി തന്നെയാണ് ആ മരണ വാർത്ത നമ്മളെല്ലാവരും കേൾക്കുന്നത്. പ്രത്യേകിച്ച് സലീംകുമാർ എന്ന ഒരു ആ നടനെ മാറ്റി നിർത്താൻ കഴിയാത്ത സിനിമകളാണ് മലയാള സിനിമയിലുള്ളത്. നമ്മൾ വീണ്ടും പറയുന്ന പോലെ ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ അയക്കുന്ന സ്റ്റിക്കറുകളിലൊക്കെ ആയിക്കോട്ടെ, മീമുകളായിക്കോട്ടെ, ഇതെല്ലാം സലീംകുമാറിന്റെ ഒരു ഡയലോഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റിക്കറുകളോ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ സ്റ്റിക്കറുകളോ, അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷൻസോ ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും അയക്കുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് സലീംകുമാർ എന്ന് പറയുന്നത്. മമ്മൂട്ടി, മോഹൻലാലും, സുരേഷ് ഗോപി അല്ലെങ്കിൽ ദിലീപ് എന്ന ഒരു ശ്രേണിയിൽ ഇവർക്കൊപ്പം എല്ലാം മികച്ച കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഒരുപടി മേലെ നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു സലീംകുമാറിന്റെ. ഇന്നും നമ്മൾ കല്യാണരാമനും മായാവിയും ഒക്കെ കാണുമ്പോൾ അതിൽ സലീംകുമാറിന്റെ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ സിനിമയിലെ ഡയലോഗുകളെല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും മനഃപ്പാഠമാണ്. നമ്മൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം ഉണ്ടാകില്ല. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിനെ നിരവധി സൈബർ ആക്രമണം നേരിട്ടു. അതായത് അദ്ദേഹത്തിന്റെ ഈ CPM-നെതിരായിട്ടുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ എന്ത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു മാസ്റ്റർ പീസ് ഡയലോഗ്, ഇതൊക്കെ എന്ത് എന്നുള്ള സലീംകുമാറിന്റെ ആ ഒരു ആക്ഷൻ, അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹം പറയുന്ന ഒരു രീതി, അതൊക്കെ ഇന്നും നമ്മൾ മലയാളികൾക്ക് മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പരസ്പരം സംസാരിക്കുമ്പോൾ, പരസ്പരം ട്രോളുമ്പോഴൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ഡയലോഗൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ സലീംകുമാർ എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ അത്രയേറെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ രമേശ് പിഷാരടി MLA ഉണ്ട്, ഒപ്പം മറ്റ് രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരുടെ അദ്ദേഹത്തിൻ്റെ ആൻഡോ ജോസഫ് ഉണ്ട്, നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം
വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മകൻ ചന്തുവിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ, മകനും അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്നു. പക്ഷേ അച്ഛൻ വന്നത്, സലിംകുമാർ എന്ന നടൻ വന്നത് യാതൊരു ഗോഡ് ഫാദറും ഇല്ലാതെ, സിനിമയിൽ യാതൊരു ബന്ധവുമില്ലാതെ ഒരു സിനിമയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ പിന്നീട് മകൻ ചന്തുവും ആ ഒരു പാതയിലൂടെ, അച്ഛൻ്റെ പാതയിലൂടെ വരുമ്പോഴും മകൻ്റെ സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ലോക സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ തിയേറ്ററിലിരുന്ന് പലരും പറഞ്ഞത് അച്ഛൻ്റെ അതേ അഭിനയം തന്നെയാണല്ലോ, അല്ലെങ്കിൽ സലിംകുമാർ എങ്ങനെയാണോ അഭിനയിക്കുന്നത് സലിംകുമാറിൻ്റെ ആക്ഷൻ തന്നെയാണല്ലോ മകനിലേക്കും. അങ്ങനെ സലിംകുമാർ എന്ന നടനെ അത്രയേറെ മലയാളികൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. 3 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്നത് തന്നെയാണ്. അനുകരിക്കാനാകാത്ത ഹാസ്യശൈലിയായിരുന്നു സലിംകുമാർ എന്ന നടനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാക്കിയത്. സീരിയസ് വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി എന്നുള്ളത്. ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രം അദ്ദേഹത്തിന് പിന്നീട് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കഥാപാത്രമൊക്കെ അതുവരെ നമ്മൾ കണ്ടുവന്ന ഒരു സലിംകുമാർ ആയിരുന്നില്ല ആദാമിൻ്റെ മകൻ അബുവിൽ പിന്നീട് നമ്മൾ കണ്ടത്. സലിംകുമാർ എന്ന ഒരു തമാശക്കാരനെ, ഒരു ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു നടൻ, പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം, അതോടൊപ്പം തന്നെ അച്ഛനുറങ്ങാത്ത വീട്ടിലെ സലിംകുമാറിൻ്റെ ആ ഒരു കഥാപാത്രം, അതൊക്കെ തന്നെയാണ് സലിംകുമാർ എന്ന നടൻ്റെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി, അല്ലെങ്കിൽ ആ നടൻ എന്ന സലിംകുമാർ എന്ന നടൻ്റെ റേഞ്ച് നമ്മൾ ഏത് വിധത്തിലാണെന്ന് മനസ്സിലായത് ഇത്തരത്തിലുള്ള സിനിമകൾ കൂടിയാണ്. ഒരു തവണ ദേശീയ പുരസ്കാരവും 3 തവണ സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ട്രോളർമാരുടെ ആശാനാണ് സലിംകുമാർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം കൂടി എടുത്തു കഴിഞ്ഞാൽ 1969 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ അദ്ദേഹം ജനിച്ചത്. ഗംഗാധരൻ്റെയും കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായിട്ടായിരുന്നു സലിംകുമാറിൻ്റെ ജനനം. ഭാര്യ സുനിത, മക്കൾ ചന്തു, ആരോമൽ. ചന്തുവിനെ നമുക്കറിയാം, സിനിമയിൽ സജീവമായ ചന്തു, ആരോമൽ, അങ്ങനെ 2 ആൺമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഈശ്വര വഴക്കില്ലല്ലോ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, അത് ഏറെ ചിരിപ്പിക്കുന്ന, ഒരുപാട് അദ്ദേഹത്തിൻ്റെ ജീവിതവും പിന്നെ അദ്ദേഹത്തിൻ്റെ വഴികളും വളരെ തമാശ രൂപേണ എഴുതിയ, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഏറെ വായിക്കുമ്പോൾ വേദനിപ്പിക്കുന്ന പല സന്ദർഭങ്ങളുമുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കയറി വന്ന ആ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യം, ഇതെല്ലാം കൃത്യമായി വിശദീകരിക്കുന്ന ഒരു പുസ്തകം കൂടിയായിരുന്നു ഈശ്വര വഴക്കില്ലല്ലോ എന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം എല്ലാം തന്നെ പറവൂരിൽ തന്നെയായിരുന്നു. വടക്കൻ പറവൂരിലെ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. പിന്നെ മാലിയങ്കര SMSലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. പിന്നീട് മഹാരാജാസ് കോളേജിലായിരുന്നു അദ്ദേഹം ബിരുദമെടുത്തത്. മിമിക്രിയിലൂടെയാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമായത്. MG സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ 3 തവണ ജയിച്ചു. കൊച്ചിൻ കലാഭവനിലൂടെ പ്രൊഫഷണൽ മിമിക്രിയിലേക്കും പിന്നീട് അവിടെ നിന്നുമാണ് സിനിമയിലേക്ക്. അതിൽ ഏഷ്യാറ്റിൽ സംപ്രേഷണം ചെയ്ത കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് ടെലിവിഷൻ രംഗത്തേക്കുള്ള സലിംകുമാറിൻ്റെ പ്രവേശനം. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള ആ ഒരു ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് സലിംകുമാറിൻ എന്ന ഒരു നടനെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സിനിമാ മേഖലയിലുള്ളവർ, സംവിധായകർ ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തുന്നത്. ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള തുടക്കം. പിന്നീട് 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലെ കഥാപാത്രമാണ് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനായത്. 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സുഹൃത്തും ശിഷ്യന്മാരും ഒക്കെ ആയിരുന്ന മിമിക്രി താരങ്ങൾ, പ്രത്യേകിച്ച് രമേശ് പിഷാരടി MLA അടക്കമുള്ളവർ അവിടെ ആശുപത്രിയിലുണ്ട്. അവരൊക്കെ മൃതദേഹം വിട്ട് നൽകാൻ അതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അമൃത ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകണം, അതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും പിന്നെ പൊട്ടിക്കരയിക്കുകയും ഒക്കെ ചെയ്ത നിരവധി കഥാപാത്രങ്ങൾ സലിംകുമാറിൻ്റെ അഭിനയ വഴിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.